സുഹൃത്തുക്കളെ, ഓപ്പൺ ഓഫീസ് റൈറ്ററിലെ മറ്റൊരു സൗകര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ രണ്ട് പാരഗ്രാഫുകൾ ഉണ്ടാക്കി. ഒന്നാമത്തെ ലൈൻ, ഫസ്റ്റ് ലൈൻ ഇവിടെ തന്നെ കാണാം. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് കൊടുത്തു. അപ്പോൾ എല്ലാ പാരഗ്രാഫിലെയും ഫസ്റ്റ് ലൈൻ ഒരു നിശ്ചിത അകലം പാലിക്കുന്നുണ്ട് അല്ലേ? മാർജിനിൽ നിന്ന് കുറച്ച് അകലേക്കാണ്. അത് നമ്മൾ ഇൻഡൻറ്റ് കൊടുത്തതാണ്. പാരഗ്രാഫായി തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കീബോർഡിലെ ടാബ് കീയുടെ ഉപയോഗമാണ്. ടാബ് കീക്ക് പല ഉപയോഗങ്ങളുണ്ട്. ടാബ് കീ നമ്മുടെ കീബോർഡിലുള്ളൊരു കീ ആണ്. ക്യാപ്സ് ലോക്ക് എന്നുള്ള ലെഫ്റ്റ് സൈഡിൽ ക്യാപ്സ് ലോക്കിന് മുകളിലായിട്ടാണ് ഈ ടാബ് കീ വരുന്നത്. നമ്മൾ ഓൺലൈൻ ഫോമുകളെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലേക്ക് കിടക്കാൻ ഈ ടാബാണ് ക്ലിക്ക് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലേക്ക് കിടക്കും. ഇവിടെ ഞാൻ ഈ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് ഒഴിവാക്കുന്നു. രണ്ട് പാരഗ്രാഫിൻ്റെയും ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് ഒഴിവാക്കി. ഇപ്പോൾ ഓരോ പാരഗ്രാഫിൻ്റെയും ഒന്നാമത്തെ ലൈൻ മാർജിനോട് ചേർന്നാണ് കിടക്കുന്നത്. നമ്മൾ ഈ കേഴ്സർ ഒന്നാമത്തെ ലൈനിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ടാബ് കീ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലൈൻ ഒരു നിശ്ചിത ദൂരത്തേക്ക് വലത്തോട്ട് നീങ്ങുന്നുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ തുടങ്ങുന്ന സെൻറ്റൻസിന് മുന്നിൽ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും കീബോർഡിലെ ടാബ് കീ ക്ലിക്ക് ചെയ്തപ്പോൾ അതും ഒരു നിശ്ചിത ദൂരത്തേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ ടാബ് കീ ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി ഇതിന് താഴെ, ഈ പാരഗ്രാഫിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, പോയിൻറ്റ്സുകൾ എഴുതണമെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുത്തു, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഒരു നിശ്ചിത അകലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആവശ്യമായ വേർഡ് എഴുതണമെങ്കിൽ ഈ ടാബ് കീബോർഡിലെ ടാബ് കീ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അവിടെ ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു പോയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റർ കീ ക്ലിക്ക് ചെയ്യുക, 2 എന്നുള്ള പോയിൻ്റ് കൊടുക്കുക, ടാബ് കീ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഫോർമാറ്റിങ്ങിൻ്റെ രീതിയാണത്. എല്ലാം ഒരേ ലൈനിൽ താഴത്തേക്ക് വരും. നമ്മളിവിടെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ആണ് വാക്കുകളെ അല്ലെങ്കിൽ ഒന്നാമത്തെ ലൈനെ വലത്തോട്ട് നീങ്ങുന്നതെങ്കിൽ, കുറേ ലൈനുകൾ ഇതേപോലെ ഉണ്ടെങ്കിൽ, കുറേ പോയിൻറ്റ്സുകൾ 1 2 3 ഉണ്ടെങ്കിൽ എല്ലാം ഒരേ ലൈനിൽ ഫോർമാറ്റ് ചെയ്യപ്പെട്ടില്ല. ഒരു ഭംഗി കുറവുണ്ടാവും. എന്നാൽ ടാബ് കീ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിശ്ചിത അകലം, ഒരു പ്രാവശ്യം ടാബ് കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത അകലം വലത്തോട്ട് നീങ്ങും. വീണ്ടും ടാബ് കീ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിശ്ചിത അകലം വലത്തോട്ട് നീങ്ങും. അങ്ങനെ ടാബ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ മാറ്ററിനെ ഭംഗി വരുത്താനായിട്ട് സാധിക്കും.